ആദ്യം മനസ്സിലാക്കാനുള്ള ഒന്ന്, പാപം പറഞ്ഞ സാധനം എന്താണ്. ഇപ്പൊ പാവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പാവം എന്ന് പറഞ്ഞാൽ കളവ് പറയല് പാവമാണ്. പക്ഷേ ഖലീഫത്ത് മസീഹ് സാനി 60ഓളം പാവങ്ങളെ കുറിച്ച് എണ്ണുന്നുണ്ട്. എണ്ണാൻ പറ്റിയത് എന്റേതാണ്, ഇതിന്റെ ശാഖകൾ പറയുന്നതെന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് വഴി കൂടി നടന്നു പോകുമ്പോൾ ഒച്ചട്ട് വർത്താനം പറയും പാവമാണ്. അത് സംസ്കാരഹീനതയാണെന്ന് മാത്രമല്ല, അത് പാവമാണ്. നമ്മൾ നമുക്ക് കേൾക്കാനുള്ള ആളോട് പറയാം. അടുത്തുള്ളവനെ കൂടി ഇറങ്ങാറാക്കേണ്ട വർത്തമാനം പറയേണ്ട ഒരു ആവശ്യം നോക്കില്ല. പൊട്ടിച്ചിരിക്കല്, അട്ടഹസിക്കല്, ഇതൊക്കെ പാവമാണ്. അപ്പൊ പാപത്തിന്റെ വിവിധ വശങ്ങൾ ഇതൊക്കെ നമ്മുടെ മക്കളിൽ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കി നമ്മളത് സ്വയം മാറി നിന്ന് കർമ്മത്തിലൂടെ അവരെ ഉപദേശിക്കുകയും മക്കൾ അത് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മോഹനമായ നമുക്കൊരു സ്വപ്നമുണ്ട്. അഹമ്മദിയത്തിന്റെ വിജയത്തിന്റെ സ്വപ്നം. ആ സ്വപ്നം നമുക്ക് പൂവണിക്കാൻ കഴിയും. അത് നമുക്ക് തന്നെ കഴിയും, വേറെ ആർക്കുമില്ല. വേറെ ആരോ വരുന്നവർ ചെയ്തോട്ടെ. പക്ഷെ നമ്മളെ സ്വപ്നം നമ്മളാണല്ലോ പൂവണിക്കുന്നത്, വേറെ തന്നെയാണ്. ആ സ്വപ്നം നമ്മുടെ കയ്യിൽ തന്നെയുള്ള വേറെ തന്നെ ഇല്ലല്ലോ. അതിൽ 2-3 കാര്യങ്ങൾ. പാപം എന്താണ്? ഖലീഫത്ത് മസീഹ് സാനി എന്ന് നിർവചനം പറഞ്ഞു. गुनाह क्या है? गुनाह वो अमल है जिससे इंसान की रूह बीमार हो जाती है. പാപം എന്നുള്ളത് മനുഷ്യന്റെ ആത്മാവ് രോഗിയായി തീരുന്ന കർമ്മമാണ്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ അള്ളാഹ്ക്ക് ബന്ധപ്പെടാൻ വേണ്ടി അള്ളാഹ് ഉണ്ടാക്കിയ സംഗതിയാണ് ഹൃദയം. അത് ബന്ധപ്പെടുന്നത് ആത്മനിഷ്ഠമാണ്. പാപം ചെയ്യുമ്പോൾ അവിടെ അള്ളാഹ്ക്ക് വരാൻ കഴിയുന്നില്ല, അവിടെ അള്ളാഹുവിന് വരാൻ കഴിയില്ല. ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ വാതൊക്കെ അടച്ചിട്ടിട്ട് സൂര്യനെ ഉദിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചം വരുന്നില്ല. പാപം ചെയ്യുമ്പോൾ നടക്കുന്ന സംഭവമാണ്. അതിലൊരു ജനൽ തുറന്നിട്ടാൽ വെളിച്ചം ഉള്ളിലേക്ക് വരും. ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ ആ വെളിച്ചം ഉള്ളിലേക്ക് അള്ളാഹ് മനുഷ്യന്റെ അടുത്തേക്ക് വരും. പാപിയുടെ അടുത്തേക്ക് അള്ളാഹ്ക്ക് വരാൻ കഴിയുന്നില്ല. അപ്പോൾ നിസ്കാരത്തിൽ നമ്മൾ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക ചൊല്ലുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ എന്നെ കഴുകാൻ വേണ്ടി വന്നതാണ്. നിസ്കാരത്തിൽ നീ പരിശുദ്ധനാണ്, എന്നെ ഞാൻ കഴുകി നിന്റെ അടുത്തേക്ക് വരാനുള്ളത് അവസ്ഥയിലാക്കണം എന്നുള്ള ദുആണ് എന്നെ പുറത്തെത്താൻ നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പം നാട്ടിൽ നിന്ന് പുറത്ത് പണ്ടത്തെ കാലത്ത് ഇപ്പോൾ എന്നുള്ള ആലോചിക്കാൻ വയ്യ. പണ്ടൊക്കെ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ 1-2 ജോഡി വസ്ത്രം ഉണ്ടാവും. അത് പോയിട്ട് അലക്കിയൊക്കെ ഇറങ്ങി റെഡിയാക്കിയിട്ടാണ് ഇസ്തിരിയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് വെട്ടിയിലൊക്കെ വൃത്തിയാക്കിയൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴും ഒരു സ്ഥലത്തേക്ക് പോകും. അതേപോലെ തന്നെ അള്ളാന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരു വലിയ പരിശുദ്ധമായ സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ അലക്കി റെഡിയാണ്. ഇതാണ് സ്കരിക്കാൻ ചെയ്യുന്നത്. ആ ഓരോ പ്രാർത്ഥനയും ആ നിലയിലാണ് കാണേണ്ടത്. കുട്ടികളെ പഠിപ്പിക്കേണ്ടതും അങ്ങനത്തെ ഒരു സെൻസിലാണ്. അപ്പൊ പാപം എന്നുള്ളത് ആത്മാവ് രോഗിയായി തീരുന്നതാണ്. അവന്റെ യാത്രയിൽ അവന് തടസ്സം നേരിടുന്നു. അത് അള്ളാഹുലേക്കുള്ള യാത്രയിൽ അവന് തടസ്സം നേരിടുന്നത് കാരണം അവന്റെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്തായിരുന്നു, ആ ലക്ഷ്യത്തിന്റെ യാത്ര അത് കരകരമാകുന്ന കാര്യത്തിലാണ് അവന് ഈ കാര്യത്തിൽ നഷ്ടപ്പെടുന്നത്. ഇനി നന്മ എന്താണ്? അള്ളാഹുവിനെ കിട്ടുന്ന കാര്യത്തിൽ ആ യാത്രയിൽ നമ്മൾ ആത്മാവിന് ശക്തി നൽകുകയും ആ യാത്രയെ എളുപ്പമാക്കുകയും ചെയ്യുന്നതൊക്കെ നന്മയാണ്. അത് വഴിയിൽ നിന്നൊരു കല്ലെടുത്ത് മാറ്റുകയാണെങ്കിൽ അതും തന്നെയാണ്. പാവപ്പെട്ട ഒരുത്തന്റെ തലയിൽ ഭാരം വെറ്റിപ്പോകുന്നു, അതിൻ്റെ തല താങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതും അള്ളാഹിലേക്ക് പോകുന്ന വഴിയാണ്. അള്ളാഹിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ട് വേറൊരു വഴി നിസ്കാരത്തിൽ കൈയ്യട്ടിയിട്ടുള്ള വഴിയല്ല. നിസ്കാരത്തിൽ കൈയ്യട്ടിയിട്ട് ആ വഴി ഏതൊക്കെയാണ് എനിക്ക് ഇല്ലാത്തത്, ഏതൊക്കെയാണ് എനിക്ക് വേണ്ടതെന്ന് ആലോചിക്കാനുള്ള വഴിയാണ്. നിസ്കാരത്തിൽ കൈയ്യട്ടിയിട്ട് അള്ളാഹിലേക്ക് പോകാനുള്ള വഴിയല്ല. മറിച്ച് ഞാൻ പോകുന്ന വഴിയിൽ എവിടെയാണ് തടസ്സങ്ങളുള്ളത് എന്ന് ആലോചിക്കുവാനും അതിന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യുവാനും പോകേണ്ട വഴിയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള വഴിയാണ് നമസ്കാരം. അതേസമയത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ മുന്നിൽ കാണുന്ന നമ്മുടെ കൈകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൈകൊണ്ടും കാലുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കാലുകൊണ്ടും ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ കണ്ണുകൊണ്ട് ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യേണ്ടാത്തത് ചെയ്യാതിരിക്കുകയും ചെയ്യുക, കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാതിരിക്കുകയും കേൾക്കേണ്ടത് കേൾക്കുകയും കേൾക്കേണ്ടാത്തത് കേൾക്കാതിരിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഉള്ള ഒരു വഴിയാണ് സൽക്കർമ്മം എന്ന് പറയുന്നത്. അതിന് തിരിഞ്ഞു നിന്നാൽ അത് ദുഷ്കർമ്മമാണ്, അഥവാ അത് പാപമാണ്. ഇനി തിന്മയുടെ എത്ര അത് നമുക്ക് ഞാൻ ഇനി തിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഭയങ്കര പ്രശ്നം ടഫാന്ന് തോന്നുന്നില്ല. തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവനവന്റെ ഭാഗത്തുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. എല്ലാവരും കാണാൻ പഠിക്കണമെന്നില്ല. നമുക്ക് എവിടെയാണ് പ്രശ്നം തിരിച്ചറിയണമെന്ന് ഒന്നിച്ച് പറഞ്ഞാൽ നമുക്കത് ഉണ്ടായിക്കൊള്ളുന്നില്ല.
അപ്പോൾ ചിലത് തിരിച്ചു വെക്കുമ്പോൾ ഇത് നമുക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ തിന്മയുടെ മൊത്തത്തിൽ പാപത്തെ കുറിച്ച് പറയുമ്പോൾ പാപത്തിന് 3 ഭാഗങ്ങളാണ്, 3 ടൈപ്പ് പാവങ്ങൾ. അതൊന്ന് ഹൃദയത്തിന്റെ പാവമാണ്. എല്ലാ പാവത്തിന്റെ അടിസ്ഥാനം അത് തന്നെയാണ്, പക്ഷെ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു ഹൃദയത്തിന്റെ പാപമാണ്. രണ്ടാമത്തേത് നാക്കിന്റെ പാപമാണ്. മൂന്നാമത്തേത് മറ്റ് അവയവങ്ങൾ കൊണ്ട്, കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന പാവം. ഇങ്ങനെ 3 പാവമുള്ളൂ ദുനിയാവിൽ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയമാണ്. ചില ആൾക്കാർ പറയും ആൾ വാർത്താൻ ഇങ്ങനെ ചെലവാന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ്. തെറ്റാണത്. ഹൃദയമാകുന്ന കുളത്തുനിന്ന് ഒഴുകുന്ന കൈവഴികളാണ് നാവും കൈയും കാലൊക്കെ. അതിൽ വെള്ളം കലങ്ങിയതാണെങ്കിൽ നാവിൽ കലങ്ങിയത് വരും. അതിൽ ശുദ്ധമാണെങ്കിൽ നാവിൽ നല്ലത് വരും. കൈകാലുകൊണ്ട് അത് ആ അടക്കൊന്ന് അടിച്ചു എന്നുള്ള പ്രശ്നം, അത് ഇവിടെ പ്രശ്നമാണ്. അത് അടിസ്ഥാനം. ഹൃദയത്തിന്റെ ഒരു പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും കേൾക്കുന്നത് ഒരു ഉപരിപ്ലവമായിട്ട് നമുക്ക് തോന്നാം. ചിലത് ഭയങ്കരമായിട്ട് ഫലവത്തായിട്ട് തോന്നാം. ആ ഫലവത്തായിട്ട് തോന്നാൻ കാരണം അത് ഹൃദയത്തിൽ കേട്ടതുകൊണ്ടാണ്. ഉപരിപ്ലവമായിട്ടൊരു ആവേശമായി തീരുന്നത് ചെവികൊണ്ട് മാത്രം കേട്ടോണം. മസീമോദ് പറയുന്നത് ആത്മീയ വ്യക്തിത്വങ്ങൾക്ക്, അതായത് മസീമോദിന്റെ വാക്കുകൾക്കൊക്കെ ആസക്തിയാണ്. ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്, ഹൃദയത്തിലേക്ക് തന്നെ ചെല്ലുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അത്തരത്തിലുള്ള ആളുകളെ കഴിയുന്നതും അവരുടെ സഹവാസത്തിൽ കിട്ടുന്ന സമയങ്ങൾ ചെലവഴിക്കാം. ജീവിതത്തിൽ വലിയൊരു സംഗതിയാണ്. ഇത് വെറുതെ കളകളല്ല. ആദ്യം പോകാതെ ഒഴിവുണ്ടാകുമ്പോൾ പോകാന്നല്ല. അതിനൊഴിവിൽ പിന്നെ എന്തിനാ ഒഴിവുണ്ടായത്? കല്യാണത്തിനിടയിൽ കാനയത്ത് മറന്നു, കാനയത്തിന് ഒഴിവില്ലായിട്ടായിരുന്നു. നിക്കാഹ് നടത്താൻ അതിന് ആ ഒഴിവില്ലാച്ചോണ്ട് അത് മറന്നുപോയി. കല്യാണം കഴിഞ്ഞിട്ടാണ് ആലോചിച്ചത്. അപ്പൊ അതിന് നമ്മുടെ ലൈഫിൽ അതിനിപ്പോ നിങ്ങൾക്ക് അതിന് പറ്റൂല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ ഓട്ടോബയോഗ്രഫികളും ബയോഗ്രഫികളും ഉണ്ട്. ഓട്ടോബയോഗ്രഫിയാണ് ഏറ്റവും നല്ലത്. ബയോഗ്രഫിയാകുമ്പോൾ മറ്റവരുടെ ചരിത്രത്തിനുള്ള കുഴപ്പമില്ല, ഞാൻ ഓരോന്നിൽ പോയാൽ സമയം പോകും. ഓട്ടോബയോഗ്രഫി അത്തരത്തിൽ അള്ളാന്റെ ഔലിയാക്കളുടെ, സാധാരണക്കാരൻ്റെ അല്ല ഞാൻ പറയുന്നത്, അള്ളാന്റെ ഔലിയാക്കളെ തങ്ങളെ ഇൻസ്പയർ ചെയ്യണമെന്നുള്ള ആഗ്രഹമില്ലാത്ത ആളുകൾ, തങ്ങളെ പൊക്കി വെക്കണം എന്ന ആഗ്രഹമില്ലാത്ത ആളുകൾ, അവരുടെ ഓട്ടോബയോഗ്രഫികളാണ് ഏറ്റവും നല്ലത് പഠിക്കാൻ. അത് അവരുമായിട്ടുള്ള സഹവാസം. പൗലാസരാജിയുടെ ഹയാത്തെ കുറിച്ച്, ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ ചരിത്രം. അപ്പൊ അതുപോലുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ കഴിയുന്നതും വായിച്ചാൽ നമ്മൾ അവരെ കൂടെ താമസിക്കുന്നത് പോലുള്ള ഒരു അനുഭവം നോക്കില്ല. ഇത് ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കാനുള്ള അവസ്ഥയാണ്. കിട്ടുന്ന സമയം ഏതെങ്കിലും എന്തിനു കളയുന്ന സമയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിനെ ഒഴിവാക്കിയിട്ട് വേറെ എന്തിനാണ് ഇത് കളയാനുള്ള സമയം. അപ്പൊ അതുകൊണ്ട് അതിന് ഹൃദയത്തിലുണ്ടാകുന്ന പരിവർത്തനം, അതിന്റെ വശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള വന്ന് അതിലേക്ക് വരുന്നുണ്ട്. അത് കുറെ ഡീപ്പായിട്ട് പോകേണ്ടതാണ്, വളരെയധികം ഓരോന്നോരോന്ന് എണ്ണി പോകേണ്ടതാണ്, എങ്ങനെയൊക്കെ പോകാനുള്ളത്. പക്ഷെ ഞാനിത് ഹൃദയത്തിലാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. ഹൃദയമാണ് പാപം ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അവിടെ തന്നെയാണ് നന്മ ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. മറ്റൊന്ന് കൈകാലുകൾ, നാക്കും. നാക്ക് വളരെ പ്രധാനമാണ്. നാക്കുകൊണ്ട് വളച്ചാൽ ഹദീസിൽ വരുന്നത് വാളുകൊണ്ട് വെട്ടിയാൽ മുറി കൂടും. ഹദീസ് അല്ല, അറബി കവിതയാണ്. വാളുകൊണ്ട് വെട്ടിയ മുറി കൂടും, നാവ് കൊണ്ട് വെട്ടിയത് കൂട്ടാൻ കഴിയില്ല. നാവിനെ കൊണ്ട് കൂട്ടാൻ കഴിയില്ല. അതേസമയത്ത് അതിൻ്റെ ഒരു ഗുണം കൂടിയില്ല. അൽ ബലാവ് മോഹത്തിലും വിൽമൻറ്റത്തിൽ എല്ലാ ബലയും സംസാരത്തിൽ അധിഷ്ഠിതമാണ്. എന്ത് ബലങ്ങളിലും വർത്തമാനം പറഞ്ഞ് ശരിയാക്കിയാൽ മതി. എന്ത് പ്രശ്നവും സംസാരിക്കണേല് മറ്റേ നിത്യനീതി പറഞ്ഞ ഒരു കഥ നമ്മൾ കോഴിക്കോട് മാനഞ്ചേരിയിലെ നമ്മുടെ ഒരു സമ്മേളനത്തിൽ നിത്യനീതി വന്നത്. അപ്പോൾ കക്ഷി ചെയ്തൊരു പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു യാത്രയിലൊരു സന്യാസി വെള്ളം വേണം തോന്നി. അവൻ പറഞ്ഞ ശിഷ്യനോട് പറഞ്ഞു പോയി വെള്ളം ചോദിക്കുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി യുവതി വെള്ളം കോരിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ അമ്മ കുറച്ച് വെള്ളം തരുന്നതാണ്. അപ്പോൾ ഈ പെണ്ണിനെ അമ്മ എന്ന് വിളിച്ചോ, പെണ്ണ് ദേഷ്യം വിളിച്ച് വാക്കച്ചോട്ടോ നമുക്ക് കൊടുത്താണ്. അങ്ങനെ ഇത്ര ഇന്നെ ഇവനെ കാണാൻ വലുതാണ്, ഇന്ന തള്ളയാക്കിയല്ലോ പെണ്ണുങ്ങൾക്ക് വയസ്സ്, പെണ്ണുങ്ങൾ കേൾക്കേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ അത് മറന്ന വയസ്സ് കുറച്ച് പറയലാണ്, കൂട്ടി പറയലാണ് പെണ്ണുങ്ങളെ ഏറ്റവും കൂടുതൽ ചൂടാക്കാനുള്ള വഴി. ഏതായാലും അതുകൊണ്ടാണ് ലെജിനൽ ഒന്ന് മാത്രമല്ലേ ഉള്ളൂ. അൻസാർ പിന്നെ ഒന്ന് ഉദാഹരണമുണ്ട്, മറ്റേ ലെജിനൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അൻസാർ പറഞ്ഞാൽ അൻസാറിന് ആളെ കിട്ടില്ല.
അപ്പൊ അതില് പിന്നെ ഈ പെണ്ണ് പറഞ്ഞോട് പെണ്ണ് ബക്കറ്റിട്ടൊന്ന് കൊടുക്കുക. അവസാനം കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് എന്ത് വെള്ളം ചോദിച്ചാൽ ഞാൻ അമ്മ, നിങ്ങൾ പറഞ്ഞില്ലേ ഏത് പെണ്ണ് കണ്ടാലും അമ്മ എന്നാണ് വിചാരിക്കേണ്ടത്, ഞാൻ അമ്മ എന്ന് വിളിച്ചത്. അപ്പോൾ പറഞ്ഞു ഞാൻ വാങ്ങിത്തരാം. അവിടെ ചെന്നിട്ട് സന്യാസി വെള്ളം കോരിന് കൊടുത്തിട്ട് ഇങ്ങനെ വായ ഇങ്ങനെ കാട്ടി കൊടുത്തിട്ട് വെള്ളം ഇങ്ങനെ കാട്ടി കൊടുത്തു. അപ്പോൾ കയ്യിൽ വെച്ച് കൊടുത്ത് കൊടുത്തിട്ട് പോകുന്നതാണ്. അപ്പൊ നാക്ക് അത്രയും ശക്തിയുള്ള സാധനമാണ്. മണ്ടക്ക് അടിയും വേണം, അതേസമയത്ത് മിണ്ടായിരുന്ന കാര്യം നടക്കില്ല. അപ്പൊ കഴിയുന്നത് മിണ്ടാതിരിക്കാൻ വേണ്ടി നോക്കിയാൽ നമുക്ക് രക്ഷമാണ്. അത് ദീനിയായ കാര്യത്തിലല്ല, മറ്റു കാര്യം. ദീന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ മറ്റു കാര്യത്തിൽ ഉണ്ടായിരിക്കാൻ വിചാരിച്ചെന്ന് അത് കുറച്ചനോട് ഉത്തരം പറയേണ്ടി വരും. ഒരാൾ അടങ്ങറായി പോയാലും അത് വേറെ കാര്യം. പക്ഷെ കഴിയുന്നതും ആവശ്യമില്ലാത്തത് ഒഴിവായി നിൽക്കുക. ഇനി എങ്ങനെയാണ് ഈ പാവങ്ങൾ വരുന്നത് എന്ന്, പാപങ്ങൾ വരാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ജഹാലത്താണ്. വിവരക്കേട് മൊത്തത്തിലുണ്ട്, ആറുതിണ്ട്. അതായത് താൽക്കാലികമായിട്ടുള്ള വിവരക്കേടുണ്ട്, എന്നുള്ള വിവരക്കേട്. ഞാൻ ചെറുപ്പത്തിൽ കണ്ടൊരു സംഭവം ഓർക്കുന്നത്, നമ്മൾ ഈ പണ്ടൊക്കെ മാസം കാണാൻ വേണ്ടിയിട്ട് മുസ്ലിം സാലിസിന്റെ കാലമാണ്. സാലിസ് പറഞ്ഞ നിങ്ങൾ നാട്ടിൽ ആളുകളൊക്കെ എങ്ങനെ കൊണ്ടാടും, ചേരിൽ കൊണ്ടാടിക്കളാൻ പറഞ്ഞ. ഇപ്പോഴും ചില ആൾക്കാർ ഖലീഫത്ത് മസി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞ ഖലീഫത്ത് മസി അല്ലാന്ന് പറഞ്ഞു. നാട്ടിൽ പറഞ്ഞ എല്ലാവരും കൊണ്ടാടുമ്പോൾ കൊണ്ടാടിക്കൊല്ലാന്ന് ഖലീഫത്ത് മസി സാലിസ് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒച്ചുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഖലീഫത്ത് മസി റാബി പറഞ്ഞ് ഇപ്പം അതിന് പറ്റിയ സാഹചര്യം എല്ലാവരും ഒരുമിച്ച് അതിന് തീരുമാനം വേണം. അപ്പോൾ അവിടെ ഖലീഫത്ത് മസി പറയും, ഇവിടുത്തെ ഖലീഫത്ത് മസി ഇപ്പോൾ ആണ്, പണ്ടത്തെ മതി എന്നുള്ള ആൾക്കുള്ള വർത്താനം പറയില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു കാലത്തിൽ മാസം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി നോക്കും നോമ്പിൽ. അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇന്ന് സൗദി അറേബ്യയുടെ ചാനലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അന്ന് ഞങ്ങൾ കുട്ടിക്കാലം. അവൻ പറയും പിന്നെ ഇരുമ്പ് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല, അന്ന് റേഡിയോ പറഞ്ഞാണ് നമ്മൾ കേൾക്കല്. അപ്പോൾ അവൻ്റെ വിവരം അതാണ്. ഇന്ന് ചാനലിൽ വർക്ക് ചെയ്യാണ്. അന്ന് പറയും സൗദി അറേബ്യയിൽ തന്നെ നിന്ന് ചിലപ്പോൾ വിളിച്ചു പറയാൻ എന്നെ കാണണമെങ്കിൽ എപ്പോൾ കാണുന്നതാണ്. അതിൻ്റെ നടുവ് കൂടി വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അങ്ങോട്ടോട്ട് പോകുന്നുണ്ടാവും. എത്ര മണിക്ക് ഇന്ന സമയത്ത് ഇന്നെ നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ അത് കാണാം. അപ്പോൾ അത്രയും ഇന്ന് ഉയർന്ന നിലയിൽ പണിയെടുക്കുകയാണ്. പക്ഷെ ആ ചെങ്ങായി അന്ന് പറയുന്നത് അവൻ്റെ ജഹാലത്തുണ്ടെന്ന് പറഞ്ഞു ഇരുമ്പ് പറയുന്നത് ഞാൻ വിശ്വസിക്കുക. അന്ന് റേഡിയോനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ജഹാലത്ത് കൊണ്ടാണ് അധികവും തിന്മകൾ ചെയ്യാറ്. അപ്പോൾ അതിന് തിന്മ എന്താണെന്ന് നന്മ എന്താണെന്ന് പഠിച്ചേ പറ്റൂ. മറ്റൊന്ന് ആർദി ജഹാലത്തിന്, അത് താൽക്കാലികമായിട്ടുള്ള ജഹാലത്ത്. ഞാനീ പറഞ്ഞത് താൽക്കാലികമാണ്. ഇപ്പോൾ പറഞ്ഞ റേഡിയോ പറഞ്ഞ വിശ്വസിക്കില്ല അറിയില്ല. അപ്പോൾ ടി വി തന്നെ ഒന്നര പണിയെടുക്കല്ലേ. മറ്റൊന്ന് അത് ഇതൊന്ന് വകതിരിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഈ മൊത്തത്തിൽ ജഹാലത്തിന് ചികിത്സ അത് പഠിക്കലാണ്, വേറെ വഴിയൊന്നുമില്ല. പക്ഷെ ആർദി ജഹാലത്ത് അഥവാ താൽക്കാലികമായിട്ടുണ്ടാകുന്ന ജഹാലത്ത് വിവരണ്ട് നൽകിയും സംഗതി നമുക്കറിയാം തെറ്റാണ്, പക്ഷെ ചെയ്യും. അതിനെന്താ കാരണം? വിവരമുള്ളതിന് നമ്മൾ ഒഴിവാകണ്ടാണല്ലോ. പക്ഷെ വിവരം ഉണ്ടായിട്ടും തിന്മ ചെയ്യാൻ എന്താണ് കാരണം? അതിന് ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന് ലാലച്ച്. ഇത് ഖലീസ്ഥാനി പറഞ്ഞ അങ്ങനെ തന്നെ എടുത്തതാണ്. അതായത് അത്യാഗ്രഹം കൊണ്ട് ഇത് അതും കൂടി വേണം ഇതും കൂടി വേണം എന്നുള്ള ആഗ്രഹമുണ്ടല്ലോ. ഒരു പിന്നെ അത്യാഗ്രഹം ഉണ്ടെങ്കിൽ ഈ വിവരം ഉണ്ടായിട്ട് പിന്നെ ചെയ്യും. അത്യാഗ്രഹം ഇതിനെതിരായിട്ട് നിൽക്കും. അപ്പോൾ അത്യാഗ്രഹത്തിന് ഒഴിവായെങ്കിൽ ആ വിവരക്കേട് ഒഴിവാകാൻ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. മറ്റൊന്ന് കോപം, ദേഷ്യം വരും. ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ വിവരക്കേട് എടുക്കും. വിവരമുണ്ട്, അത് ദേഷ്യനെ ഒതുക്കാൻ പറ്റും. ദേഷ്യത്തിനെ കുറിച്ച് മസിമോദ് പറഞ്ഞാൽ അത് ഭ്രാന്താണെന്ന്. ഫുൾ ഭ്രാന്താണെന്ന്, നല്ല ദേഷ്യം വന്നാൽ ഫുൾ ഭ്രാന്താവുന്ന. ചില ആൾക്കാർ എനിക്ക് ദേഷ്യം വരാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. എനിക്ക് വിരാന്തായിരിക്കാൻ പറ്റില്ല എന്നാണ് സംഗതികളുള്ളത്. ഒന്ന് കുട്ടി വെച്ചാൽ എനിക്ക് വിരാന്തായിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. പ്രകൃതത്തിലുള്ള ചിലതിൻ്റെ അത് അള്ള പൊറുക്കുന്നു മത്സ്യം പറഞ്ഞില്ല. ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാർ ദേഷ്യം പിടിച്ച ആൾക്കാരെ കുറിച്ച് നിങ്ങൾ എന്തോ വിചാരിച്ചുകൊണ്ട് പ്രകൃതി ചില ആളുകൾ പിന്നെ ജീനിലെ ഉള്ളത് ഓപ്പറേഷൻ ചെയ്താൽ മാറില്ല. അതിന് അള്ള പൊറുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് അപകടമായിട്ട് സഹിക്കാൻ പറ്റണം. അപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് വിഷം നിന്നാണ് ചാകാരിക്കൊന്നുമില്ലല്ലോ. അവർക്ക് ദേഷ്യം പിടിച്ചിട്ട് കുറച്ച് വിഷമെടുത്ത് കഴിച്ച് അതുകൊണ്ട് ചാവില്ല എന്ന് പറയുന്നത്. ദേഷ്യം പിടിച്ചതിനാലും സഹിച്ചേ പറ്റുള്ളൂ. പക്ഷെ അതിനെ നമ്മൾ അയാളെ കാണേണ്ടതാവില്ല. അത് അത്ര മാത്രമേ പറഞ്ഞു. ഈ വേറൊന്ന് സഖ്ത് ജറൂറത്ത്, കഠിനമായിട്ടുള്ള ആവശ്യം.
ചില കാര്യങ്ങളിൽ കഠിനമായ ആവശ്യം അത് മനുഷ്യനെ താൽക്കാലിക ജഹാലത്തിലേക്ക് എത്തിക്കുന്നു. അത് ഏത് വിധത്തിലുള്ള ആരുമില്ല, സെൻസിറ്റീവ് പിന്നെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, ജടികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, കഠിനമായിട്ടുള്ള ആവശ്യങ്ങൾ മനുഷ്യനെ പാവങ്ങളിലേക്ക് എത്തിക്കുന്നു. കാബിൽ ഫക്രു കുഫ്രി എന്ന സ്വന്തമാണ്. പിന്നെ അധികമായിട്ടുള്ള ദാരിദ്ര്യം കുഫറിലേക്ക് എത്തിക്കുവാൻ അവർ എന്തെങ്കിലും ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ നമുക്ക് ചെയ്യാവുന്ന ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ അയാൾ തിന്മ ചെയ്യാതെ അയാളെ കാക്കുക. അപ്പോൾ ഒരു പാവപ്പെട്ട ഒരുത്തൻ തിന്മയിലേക്ക് പോകുന്ന വിധത്തിലുള്ള ഫക്കർ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അയാളെ രക്ഷിക്കാൻ നമ്മൾ എത്ര ശ്രമിക്കണം. അയാൾക്ക് ഭക്ഷണം കൊടുക്കലല്ല എൻ്റെ തോന്നാം, അയാളെ ജീവിതമാണ് നമ്മൾ കൊടുക്കുന്നത് വാസ്തവത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും അതിനോട് കണ്ണിപ്പാൻ പാടില്ല. അവിടെ നമ്മൾ ജീവൻ കൊടുത്തിട്ടാണെങ്കിൽ അയാളെ രക്ഷിക്കാം. മറ്റൊന്ന് സത്ത് സിഹത്തി ഖറാബി, ശരീരത്തിൻ്റെ അനാരോഗ്യത. അത് കാരണം ചിലപ്പോൾ താൽക്കാലികമായിട്ടുള്ള ജഹാലത്ത് ചെയ്യും. ഇപ്പം ഈ രോഗം പറയുമ്പോൾ തന്നെയാണ് ചിലപ്പോൾ എന്തെങ്കിലും കടന്നാലേ. ഇപ്പം എക്സിമുള്ള ആൾ കണ്ടെയ്മൊക്കെ ചോദിക്കുന്നത് പൊതുവെ അവരുടെ സ്വഭാവത്തിലുള്ളതാണ് ഓനും വിട്ടുകൊടുക്കുന്നത്. അംഗവൈകല്യമുള്ള ആളുകൾ ചില വിധത്തിൽ ചില തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ അവർ കാണാറുണ്ട്. അതേപോലെ ചില രോഗങ്ങൾ, ഇതൊക്കെ ഞങ്ങളും അതിൻ്റെ തിന്മയുടെ വശത്തിലെടുക്കരുത്, നന്മയിലും ഉണ്ടാവാറുണ്ടത്. എന്നൊക്കെ കഴിഞ്ഞൊരു പ്രശ്നം. ചില പ്രഷറുള്ള ആൾക്ക് ദേഷ്യം ഉണ്ടാവും. എനിക്ക് ബ്ലഡ് പ്രഷർ അണക്കാണ്ടെന്ന് ചോദിച്ചിരുന്നു. എന്നോട് തല്ലിവിടുന്നു ചൂടായി കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലഡ് പ്രഷർ അണക്കാന്ന് വെച്ചു. എനിക്ക് ഇന്ന പ്രഷർ കൂടി വേറെ ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് പ്രഷറായപ്പോൾ എനിക്ക് പ്രഷറായി വേറെ ചെയ്യുന്ന വെച്ച്. പിന്നെ ഷുഗറുള്ള ആൾക്ക് ലേസി സ്വഭാവം ഉണ്ടാവും. അതേപോലെ തന്നെ രോഗങ്ങൾ, ശരീരം സുഖമല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ജഹാലത്ത് തിന്മ ചെയ്യാൻ കാരണമാവും. സത്ത് ഹൗഫ്, കഠിനമായിട്ടുള്ള ഭയം, അതുകൊണ്ട് തിന്മ ചെയ്തു പോകും. പേടിച്ചിട്ട് അത് ചില പ്രത്യേക പേടികളുണ്ടാവും. ആളുകൾ എന്തെങ്കിലും പറയുന്നുള്ള പേടി, തൻ്റെ ഇജ്ജത്ത് പോകുന്നുള്ള പേടി, താൻ കഷ്ടത്തിലാക്കപ്പെടുമെന്നുള്ള പേടി, അതൊക്കെ വിവരം ഉണ്ടായിട്ടും ചെയ്യുന്ന തിന്മകളാണ്. സത്ത് മുഹബത്ത്, കഠിനമായിട്ടുള്ള മുഹബത്ത്, സ്നേഹം. ലോകത്ത് അധിക തിന്മകളും ഈ കാലത്ത് അതിൻ്റെ പേരിൽ നടക്കുന്നു. കഠിനമായിട്ടുള്ള സ്നേഹം കാരണം തിന്മ ചെയ്തു. ഇതൊക്കെ ജഹാലത്ത് ഉണ്ടാകാനുള്ള കാരണമാണ്. വിവരം ഉണ്ടായിട്ട് അതിന് ജഹാലത്താക്കി എടുക്കാം. അടുത്തത് ഇന്തിഹായി ഉമ്മി, അമിതമായ പ്രതീക്ഷ. പ്രതീക്ഷ വെക്കണം, അതിൻ്റെ അപ്പുറത്ത് വെക്കുക. അത് വേണ്ടാത്ത കാര്യത്തിന് പ്രതീക്ഷിച്ചിരിക്കണം കുറെ ആൾക്കാരുണ്ട്. നമ്മളൊരു 50 പയ്യുണ്ടായിരുന്നു, ഇപ്പം വയസ്സായി നമ്മുടെ പ്രായത്തന്നെ. അവൻ ചെറുപ്പത്തിൽ അവൻ സിനിമയുടെ തിരക്കഥ എഴുതാൻ പണി. അവൻ്റെ സിനിമ എന്നോ റിലീസാവുന്നോ നടക്കുകയാണ്. ആ റിലീസായില്ലൊന്നു അവസാനം അവൻ തന്നെ ഒരു സിനിമയായി മാറി. കാരണം ഇതിങ്ങനെ കുത്തിരുന്ന് എഴുതി ഇത് കുറേ ആൾക്കാർ കൊടുക്കുകയും ചെയ്തിട്ട് ഓപ്പൻ എന്നോട് പറഞ്ഞവർക്ക് അത് വേറെ എടുത്ത് കട്ടെടുത്ത് വേറെ എഴുതിയിട്ട് സിനിമയൊക്കെ നടത്തിക്കുന്നതാണ്. എന്തായാലും ഓൻ്റെ വന്നിട്ടില്ല. അപ്പോൾ സംഗതി അതിന് വേണ്ടിയിട്ട് കെട്ടിമറിയുന്ന അത് അമിതമായിട്ടുള്ള ഉമ്മീത് പിന്നെ പ്രതീക്ഷ ചില ആളുകൾക്ക് ഉണ്ടാവും. അതിന് വേണ്ടി കുത്തിരുന്നിട്ട് വേണ്ടാത്ത പണിയെടുക്കും. സത്ത് മായൂത്തി, അതേപോലെ തന്നെ അമിതമായിട്ടുള്ള നിരാശ, അതും തിന്മയിലേക്ക് എത്തിക്കും. ഇന്നെ കൊണ്ടൊന്നും നടക്കില്ല, ഇന്നൊരു അമ്മക്കൊക്കെ തന്നെ പറ്റുള്ളൂ. അതൊക്കെ വലിയ വലിയ ആൾക്കാർക്കല്ലേ. ഖുദ്ദാമിൻ്റെ ക്ലാസ്സിൽ അൻസാറിന് ഇപ്പം എന്ത് പണിയുണ്ട്, അതൊക്കെ ഖുദ്ദാമികൾ പഠിച്ചിട്ടാണ്. അത് പിന്നെ മായൂസി, അങ്ങനത്തെ നിരാശ, അത് അള്ളാന്റെ റഹ്മത്തിന് മായൂസിൽ കാഫിര്യങ്ങളാണ് ഖുർആൻ പറയുന്നത്. വിശ്വാസിക്കാണ് ഖുർആൻ അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ച് അദാസനാവാൻ വിശ്വാസിക്ക് സാധ്യമല്ല. പിന്നെ വാശി, ഇത് ഒരു വളഞ്ഞ സ്വഭാവം. വാശി എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതിനോടൊരു വാശി ഉണ്ടായിരുന്നു. വേറെ യാതൊരു വഴിയില്ല. അതിന് ഞാൻ വിടുന്നുള്ള അതിനോട് വാശി ഒരിക്കലും അതിന് വിടാൻ പറ്റില്ല. എനിക്ക് വാശിണ്ടായി ഞാൻ അപ്പോൾ വിടുക എന്നുള്ള വാശി വെച്ചില്ല. യാതൊരു വഴിയില്ല. വാശിയിലെല്ലാ ജഹാലത്തും വരും. പിന്നെ ചിലപ്പോൾ ഈ വാശിയുടെ കഥയില് ഞാനൊരു കുട്ടിനൊരു സാധനം കത്തിയിരിക്കുന്ന കുട്ടിനോട് പറഞ്ഞ് കത്തി എടുക്കേണ്ടതാണ്. അപ്പോൾ അത് എന്ത് പറഞ്ഞ സമയം കത്തി വേണം, അല്ലെങ്കിൽ കത്താണ്ടാക്കാം. അത് മൂർച്ചുള്ള കത്തിനെ മതി. സാധാരണ കത്തി കൊടുത്ത് വെള്ളം ഉണ്ടാകും. അങ്ങനെ ഞാൻ അവനെ കൊണ്ടുപോയിട്ടൊരു 3-4 മണിക്കൂർ നേരം വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നല്ലപോലെ സമാധാനപ്പെടുത്തിയിട്ട് വീട്ടിൽ കൊടുക്കും. വീട്ടിൽ വന്ന് ജനം വാതിലേക്ക് കയറിയിട്ട് കത്തി എന്നിട്ട് കയറാൻ തുടങ്ങി. ഞാനത് ഇവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പണിയാണ് അതുവരെ എടുത്തത്.
ഭാവിക്കാൻ കയറുമ്പോൾ കത്തി. ചില ആൾക്കാർ ഈ വാശി ഉണ്ടല്ലോ ഉള്ളിൽ, എല്ലാ പ്രശ്നവും കഴിഞ്ഞിട്ട് അവസാനം എന്നാലും ആ ടൈം പിടിച്ചു. ഇത് ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളിലാണെന്ന് ഒരു ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഖലീഫത്തുൽ മസീഹ് സാനി പറഞ്ഞു. അതായത് ഈ വളഞ്ഞിൽ നിന്നാണ് സൃഷ്ടിച്ചത് അറിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ എന്നാലും പറയും. അവർ പറഞ്ഞ് ചെയ്യൽ കുത്തനെ നമ്മൾ പറഞ്ഞാൽ ചെയ്യും, പക്ഷെ എന്നാലും പറയുമ്പോൾ എന്നാലും പറഞ്ഞിട്ട് അതന്നെ പറഞ്ഞു നിർത്തും. അത് അതിനെ വളർത്തി നിർത്താൻ പോകരുതെന്ന് പറഞ്ഞു സാനി. അതിനെ നിർത്തിയ പൊട്ടും സംഗതി കുഴപ്പത്തിലാണ്. അത് അങ്ങനെ തന്നെ എന്താ നിങ്ങൾ പറഞ്ഞ് ചെയ്തോളും, അത് വാശിയോടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഈ വാശി കൊണ്ട് ജഹാലത്തില്ല, വിവരമില്ലാത്ത മാതിരി വർത്താനം. വാശി വിട്ടിട്ടില്ലെങ്കിൽ എന്താണ് വിവരക്കേടാണ് പിന്നെ പറയാം. നെക്സ്റ്റ് ആഗ്രഹം അധികമായിട്ടുണ്ടാകും ഒരു സംഗതിയെ കുറിച്ച്. അത്യാഗ്രഹം എന്ന് പറഞ്ഞ സ്ഥാനം ഇത് കിട്ടിയാൽ അപ്പുറത്തോട് കിട്ടണം എന്നുള്ളതാണ്. അതുകൊണ്ട് വേണമാണ് എന്താണ് ആക്രാന്തം എന്നാ പറയുന്നത് നാടൻ ഭാഷയിൽ. മറ്റൊന്ന് പിന്നെ ഒരു സാധനത്തിന് വേണ്ടി അമിതമായിട്ട് ആഗ്രഹിക്കുക. ചായപ്പ കിട്ടിയേ പറ്റുള്ളൂ, അങ്ങനെയൊന്നും ഉണ്ടാവാൻ പറ്റില്ല. വീടിപ്പോൾ വലിച്ചേ പറ്റുള്ളൂ, അതുണ്ടാവാൻ പാടില്ല. അതിനെക്കുറിച്ചുള്ള ആഗ്രഹം. വേറെ ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ അത് ആഗ്രഹം പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ട സാധനം. ഇപ്പം നമുക്കൊരു മീൻ തിന്നണം തോന്നിയില്ല, ഉണക്കമീൻ ആർക്ക് തോന്നരുതേ. ഇപ്പം ഉണക്കമീൻ തിന്നണം തോന്നിയാലേ ഉണക്കമീൻ തന്നെ തിന്നണം, അതിന് മുരിങ്ങന്നിട്ടൊന്നും മാറില്ല. അത് ശരീരത്തിന് ഒരു ആവശ്യമായിട്ട് വരുമ്പോഴാണ് നമുക്കതിനും ആഗ്രഹം ഉണ്ടാകുന്നത്. പല തിന്മകളും അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളത് വരുന്നത് എവിടെ നിന്നാണ് എന്നുള്ളതാണ് പിന്നെ എന്താ പറയാ, പിന്നെ മറയിട്ടിട്ട് അതിനാണ് തടഞ്ഞു വരേണ്ടത്. അടുത്തത് ആഗ്രഹമില്ലായ്മയും ജഹാലത്തിനില്ലാണ്. നമുക്ക് പൂതിയൊന്നുമില്ലെന്ന വേറെ ഒന്നിനും ഒരു ആഗ്രഹമില്ല, അതും കേടാം. നമുക്ക് നന്മകളെ കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാണ്, നമുക്ക് അങ്ങനെ കാണും ഇങ്ങനെ കാണുന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ഇനി ഒന്ന് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ജഹാലത്ത്. ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ട് അത് ബുദ്ധിച്ചേ പാടുള്ളത്, അതിന് ചികിത്സയൊന്നുമില്ല, അതിന് അള്ളാഹ് കാക്കലല്ലാതെ വേറെ വഴിയുണ്ട്. മറ്റൊക്കെ ചികിത്സ. അതിന്റെ ചികിത്സയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്ന ഒരു ചെറുതായിട്ട് നിങ്ങളെ കിടന്ന് 6 ഘടകങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിലുള്ള. അതിനെ കേടുവരുത്തുമ്പോഴാണ് സ്വഭാവം കേടുവരുന്നത്. അതിനെ സ്വാധീനിക്കുന്ന സംഗതി എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്ത് അതിലൊന്ന് ജഹാലത്താണ്. ജഹാലത്തിൽ ഒന്ന് മൊത്തത്തിൽ സ്ഥിരമായിട്ടുള്ളത്, ഒന്ന് പിന്നെ താൽക്കാലികം. താൽക്കാലികത്തിന് പറഞ്ഞ 8 ഘടകങ്ങൾ 12 ഘടകങ്ങളാണ് ഞാൻ ചർച്ച ചെയ്തത്. അത്യാഗ്രഹവും അമിതമായിട്ടുള്ള ആവേശവും അമിതമായിട്ടുള്ള പിന്നെ കോപവും ഇങ്ങനെയുള്ള കാര്യമൊക്കെ. അപ്പൊ ഇത് അല്ലാത്ത അപ്പൊ ജഹാലത്ത് 1 കിട്ടിയാണ്, 12 കൂട്ടി 1 കിട്ടിയാണ്. ഒന്നോട് കൂട്ടി 13 കൂട്ടിയ 1. ജഹാലത്ത് വിഡ്ഢിത്തം എന്നുള്ളത് അജ്ഞത എന്നുള്ളതിന്റെ താൽക്കാലികമായിട്ടുള്ള അജ്ഞതയുടെ 12 എണ്ണവും പിന്നെ സ്ഥിരം ജഹാലത്ത് അതിന് പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ അത് 2 ഈ 13 കൂട്ടിയിട്ട് 1 കൂട്ടപ്പോൾ എണ്ണുമ്പോൾ അപ്പൊ 1 ജഹാലത്താണ് തിന്മയുള്ള കാരണം. നമ്മുടെ ഈ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ നമ്മളും നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ കുട്ടികൾ മൂത്രമൊഴിച്ചാൽ കഴുകണം എന്നുള്ള വിവരം ജഹാലത്ത് ഇല്ലെങ്കിൽ എൻ്റെ കുട്ടി വലുപ്പത്തിൽ ലൈംഗികമായിട്ട് അരാജകത്വത്തിൽ പോയിക്കോട്ടെ എന്ന് ആർക്കും തോന്നില്ല. അത് ഞങ്ങൾ പാഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അധിക സമയം എത്രയും എളുപ്പം അത് മാറ്റാൻ കഴിയണം. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയാണ്, അതല്ലാതെ കുട്ടിനെ ശിക്ഷിക്കാൻ വേണ്ടിയല്ലാതെ. അപ്പോൾ അത് ഉടനെ എത്രയും എളുപ്പം മാറ്റാൻ കഴിയും അത്രയും എളുപ്പം മാറ്റിയിട്ട് കഴുകിയിരിക്കണം. അത് ചെറുപ്പം മുതലേ കുട്ടികളുടെ ഒരു അന്ന് ചെറുപ്പത്തിൽ തന്നെ നഖം വെട്ടിക്കൊടുക്കുന്നതും കൈ കഴുകുന്നതും കൈയിന് എവിടെയും ചളിയാൽ ഉടനെ കഴുകുന്നത്, കാല് ചെരുപ്പില്ലാതെ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് കഴുകുന്നത്, ഇങ്ങനെ ഒരു പിന്നെ നഫാസത്ത് തബീഅത്ത് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, പിന്നെ ശുദ്ധതയോടുള്ള അമിതമായിട്ടുള്ള ഒരു കടപ്പാടുള്ള പോലെ ഒരു പ്രകൃതാക്കി മാറ്റണം കുട്ടിയാണ്. അങ്ങനെ അഴുക്കുന്നാണ് എല്ലാ തിന്മയും. അപ്പൊ ഇത് ജഹാലത്ത് കൊണ്ടാണ് സംഭവിക്കാറുള്ളത്, അല്ലാതെ വേറെ കാരണമാണ്. അപ്പൊ ഉമ്മാരിപ്പാരും അതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല. അവര് ചെയ്ത തെറ്റാണ് പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന തെറ്റ്. പിന്നെ അതിന് അവരെ പഴി പറയാൻ പറ്റില്ല, കാരണം അവർക്ക് വിവരം ഉണ്ടായിരുന്നില്ല. നമുക്ക് വരുന്നതിൽ നമുക്ക് വിവരമുണ്ടല്ലോ, നമ്മളെ മക്കൾ നമുക്ക് കാക്കാം. അത് നമ്മളിങ്ങനെ കാക്കുകയാണെങ്കിൽ അതിന് വരുന്ന മക്കളുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്, വളരെ സോളിഡ്. അങ്ങനത്തെ ഒരു സ്വപ്നം ആണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ വളർത്തുന്ന കുട്ടികൾ മാത്രമല്ല, അവർ വളർത്തുന്ന കുട്ടികളുടെ അതിൻ്റെ പിന്നെ വിശുദ്ധത അതിനെ കാണുമ്പോൾ ഇപ്പം തന്നെ ആലോചിക്കുന്ന ചെറുപ്പത്തിൽ തന്നെ അവരോട് മലക്ക് സംസാരിക്കുന്ന അള്ളാഹുവിൻ്റെ മലക്കിൽ കുട്ടിക്കാലം പോലെ സംസാരിക്കുന്ന വിധത്തിൽ അവർ കഷ്ടം കഴിയും. പക്ഷെ നമ്മൾ ലേഖനം ഇറങ്ങി കഷ്ടപ്പെടാൻ നോക്കും.
അതും കാണലാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ പിന്നെ പേരക്കുട്ടികളാണല്ലോ, ഇപ്പൊ കുട്ടികൾ കുറച്ച് കഴിഞ്ഞാൽ പേരക്കുട്ടികൾ. അപ്പം അത് അങ്ങനെയുള്ള ഒരു 4 പേരക്കുട്ടികളുണ്ടായാലും കുടുംബത്തിലുണ്ടായി പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ കാരണം ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ, അവർ ചെയ്യുന്ന ദുആ മാത്രം മതി നമ്മളെ എല്ലാ കാര്യങ്ങളും അള്ളാഹ് നമുക്ക് രക്ഷപ്പെടാം. ഒന്നുണ്ടായി വീട്ടിന്. അതേ സമയത്ത് ഇപ്പോൾ മത്തം കുഴിച്ചിട്ട് കുമ്പളങ്ങ ഉണ്ടാവുന്നു, നമ്മളൊന്നും ചെയ്യൂല എന്നിട്ട് പിന്നെ ഉണ്ടാവണം പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. സംഗതി കുഴിച്ചിടുന്നത് മത്തനാണെങ്കിൽ മത്തം ഉണ്ടാവും, കുമ്പളങ്ങനെ കുമ്പളങ്ങ ഉണ്ടാവും. അത് മാറ്റി കുഴിച്ചിട്ടിട്ട് വേറെ ഒന്നും ഉണ്ടാവും നമുക്ക് കാര്യം. അപ്പോൾ ആ ഒരു ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അടുത്തത്, രണ്ടാമത്തത്, പാപം ഉണ്ടാവാനുണ്ടായ കാരണം, തിന്മ ചെയ്യാനുള്ള ഒരു കാരണം സുഹബത്തിന്റെ അസർ. ഒരുപാട് ജമാഅത്തിൽ ചർച്ച ചെയ്യുന്ന സ്ഥാനമാണ്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതില്ല. പക്ഷെ ഒരു ചെറിയൊരു കാര്യം ഞാൻ അനലൈസ് ചെയ്യണം. അതിൽ ചവൽ വന്ന സാധനം ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ട് മതിയാണ്. സുഹബത്തിന്റെ അസ്ത്ര എത്ര ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മൾ ഇപ്പോൾ വീട്ടിൽ നിന്നൊരു കാര്യം സംസാരിക്കണം എന്ന് മനസ്സിൽ കരുതി ഇരുന്നത്, അത് ഏറ്റവും കൂടുതൽ വൈഫും കുട്ടികളുമായിട്ടാണ് ഈ സുഹബത്തിന്റെ അസ്ത്ര മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഒരു കളരി അവിടെ പഠിക്കാൻ സ്ഥലമാണ്. രാവിലെ ഇന്ന് കുട്ടികളോട് ഇന്നത് സംസാരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയണം. ഇന്ന് മക്കളോട് ഇന്ന സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആണ് വിളിച്ചെത്തുന്നത്. അപ്പോൾ അന്ന് മക്കൾക്കും ലീവാണ്. അപ്പോൾ അന്ന് നമുക്ക് രാത്രി വിഷയമൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് അച്ഛൻ്റെ മുകളിൽ കയറിയിട്ട് കുട്ടികളോട് സംസാരിക്കണം. കുട്ടികൾക്ക് അത്രയോട് സംസാരിക്കാൻ മതി. കുറച്ച് വാപ്പാനെ കാണുമ്പോൾ കുറച്ച് സംസാരിക്കണം, സന്തോഷിക്കണം. അപ്പോൾ ആ സംസാരിക്കുന്ന ഡൈവേർട്ട് ചെയ്തിട്ട് ദീനിയായ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോകണം. ഇന്ന സബ്ജക്റ്റ് ആയിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കണം. അത് മനസ്സിലിങ്ങനെ കുട്ടികളോട് എവിടെ പറയാൻ തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും കുട്ടികളെ ചോദിക്കും. ഞാൻ പലപ്പോഴും മക്കളെ മോട്ടോർ സൈക്കിളിൻ്റെ പുറകിൽ വെച്ചിട്ട് പോകുമ്പോഴേ ഇന്ന് യാത്ര ഇതിൽ കുട്ടിനോട് ഇന്ന കാര്യമാണ് ചർച്ച ചെയ്യുന്നത് പ്ലാൻ ചെയ്യും. പ്രധാനമായിട്ട് മലായികത്തുവാനെ കുറിച്ചൊന്നും മോളോട് സംസാരിക്കണം. അപ്പോൾ കുറച്ചേരം ഇങ്ങനെ പറഞ്ഞ് മോട്ടോർ സൈക്കിളിൽ പോയിട്ട് നമ്മൾ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എത്താമെന്ന് വിചാരിക്കുമ്പോൾ ചവിട്ടി ചോദിക്കും, ഈ മലക്കെന്താപ്പാണ്? എന്താണ് കാരണം? നമ്മുടെ ചിന്ത ആ കുട്ടിയിലുണ്ടാക്കുന്ന ബന്ധമാണ്. അതാണ് സ്വർഗത്തിൻ്റെ ആശം. നമ്മൾ വീട്ടിൽ കാര്യം ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ നമ്മളുടെ അടുത്ത് കടന്നുറങ്ങുന്ന കുട്ടിയെ നമ്മൾ മോശമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവണം, ആ കുട്ടിയിലൊരു മാറ്റങ്ങളുണ്ടാവും ചിന്തകൾ. ഇപ്പൊ കുട്ടിനെ മടിയിലെത്തിയിട്ട് ഫിലിമാണെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സ്വർഗത്തിൻ്റെ അസർ. അത് നമ്മൾ ചെയ്യാനുള്ളത്, നമുക്ക് ചെയ്യാനുള്ളത് നല്ല മനുഷ്യന്മാരുടെ അടുത്ത് കഴിയും. ജമാഅത്ത് കഴിഞ്ഞു വേണ്ടിയാണ്. ജമാഅത്തിൽ വരണം പോകണമെന്നൊക്കെ എന്തിനാ പറയുന്നത്? എല്ലാവരും വരുമ്പോൾ ഒരുപാട് ആൾക്കാർ നന്മയുള്ളവരുണ്ടാവുമല്ലോ, ഒക്കെ മോശപ്പെട്ടവരല്ല. ഏതായാലും പുറത്തുള്ള അങ്ങാടിനേക്കാണ് നല്ലതാണ് ഇതിൻ്റെ. നമ്മൾ ജലസസ്ഥാനാണ് എന്തിനാണ് ഇത്ര ആയിരക്കണക്കിന് ഒട്ടും ചിലവാക്കിയിട്ട് ജലസസ്ഥാനം കടത്തണം? അതിനു വേണ്ടിയാണ്. ജമാഅത്ത് മീറ്റിങ്ങുകളും ജുമ്മയും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു ചാർജാണ് ശരിക്ക് അടക്കം കൊടുന്ന് റീചാർജ് ചെയ്യാനുള്ള ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ കഴിയുന്നതും മസിമത് ഇവൻ ഇതുവരെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അഹമ്മദിയ സ്കൂൾ ഉണ്ടാക്കുന്നത് ഞാൻ ഈ ലക്ഷ്യത്തെ വെച്ചിട്ടാണ്. നമ്മുടെ മക്കള് സിക്കും മറ്റ് നാസ്തികന്മാരുടെ കൂടെ ഇരുന്ന് പഠിച്ച് നാസ്തികത്വവും മറ്റ് വൃത്തികളും വരരുത് എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞാൻ അഹമ്മദിയ സ്കൂൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ പരിഗണിച്ച് നമ്മൾ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പും ശ്രദ്ധിക്കേണ്ടതാണ്. ആരോടാണ് കളിക്കുന്ന? ആരുടെ കൂടെയാണ്? നമ്മളെ മുന്നിൽ കളിക്കാൻ കുട്ടികൾ, അതൊരു കാര്യം. കുട്ടികൾ സ്വന്തമായിട്ട് ആലോചിക്കുന്ന പ്രായം വരുന്നവരെ കളിയുടെ പിന്നിൽ നമ്മളും ഉണ്ടാവും, അല്ലെങ്കിൽ കളി കാര്യത്തിലാവും. കാരണം കുട്ടിയുടെ തല നമ്മൾ ആലോചിക്കുന്ന തല അതിൻ്റെ അപ്പുറത്ത് ആലോചിച്ചിട്ട് നമ്മളിപ്പോൾ ചെറുതായിട്ട് ആലോചിക്കുന്നു, അവർ അതിൻ്റെ അപ്പുറത്ത് നമ്മളെയും വെട്ടിക്കാനുള്ളത് ആലോചിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഓരോ കളിയുടെ പിന്നിലും നമ്മളെ ഒരു കണ്ണ് പിന്നിൽ, ഒരു പുറം കണ്ണ് ഉണ്ടായിരിക്കാം. അപ്പോൾ സുഹബത്ത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു വന്നതാണ്. ഇപ്പം അത് വളരെ രസമാണ്. നമ്മൾ നല്ല വർത്തമാനം പറയുന്ന ഒരാൾക്ക് നമ്മൾ വർത്തമാനം പറയും, വർത്തമാനം പറയാത്തവർക്ക് തന്നെ പോയിട്ട് നമ്മളും ഉണ്ടാകത്തില്ല. അത് അയാളുടെ ആ ടെൻഡൻസി നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ ആ സുഹബത്ത് വളരെയധികം പ്രധാനപ്പെട്ട സംഗതിയാണ്. എല്ലാ നെയ്മാരും അതിനു വേണ്ടിയാണ് വന്നത്. സാബത്തൊക്കെ അതിനു വേണ്ടി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തക വായനകൾ ഇതിന് നമ്മളെ സഹായിക്കും. MTയുടെ പ്രോഗ്രാമുകളും ലൈവ് പ്രോഗ്രാമുകളും പ്രത്യേകിച്ച് ഇതിന് വളരെയധികം സഹായിക്കുന്ന സംഗതിയാണ്. പാപത്തിനുള്ള ഒരു കാരണം തെറ്റായ അറിവും കൂടിയാണ്. നേരത്തെ പറഞ്ഞ ജഹാലത്താണ്, പക്ഷെ തെറ്റായ അറിവ്, അത് അറിവാണെന്ന് വിചാരിച്ചാണ് അങ്ങനെ ഒരു ആൾക്കാരുണ്ട്. എന്നോട് പലപ്പോഴും ഈ വളരെ പഴയ അഹമ്മദികൾ നാട്ടിൽ നിന്ന് ഒറ്റുപടയ്ക്ക് വന്ന് നിൽക്കുന്ന ആൾക്കാർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. അഹമ്മദിയത്തിൻ്റെ
തോട്ട് ഓഫ് ഗോൾഡിൻ്റെ ഒരു വീക്ഷണഗതിയുണ്ട്. അതിനൊക്കെ എവിടെയോ പോയിട്ടാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് അറിയില്ല, അവർ വേറെ അതാണ് പാഷാറിനെ കുറിച്ചിട്ടും സ്വർഗത്തിനെ കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ അവരെ വീക്ഷണം അവർക്കൊന്നും അറിയില്ല. നമ്മളവിടുത്തെ കുട്ടികൾ നമ്മൾ ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ പറയാം അവരെന്താണ് സ്വർഗം, പക്ഷെ ഇവർക്ക് അറിയില്ല. അതിന് കാരണം അവർ തെറ്റായ ഇൽമ. അതിൽ ഞാൻ നമ്മുടെ ഇവിടെ പഠിക്കുന്ന അറബി ഇസ്ലാമിക് സ്റ്റഡീസുള്ള കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ഞാൻ 5-8 കുട്ടികളിന് ഇന്റർവ്യൂ ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത്. വളരെ തെറ്റായിട്ടുള്ള അറിവുകൾ പഠിപ്പിക്കുന്ന കുട്ടികൾ. ഖുറാഫാത്ത് തന്നെ, പച്ച ഖുറാഫാത്ത്. അള്ളാഹ് ആകാശത്തിൽ ജഡികമായിട്ടാണ് ഇറങ്ങി വരുന്നതെന്ന് ഇസ്ലാമിക് സ്റ്റഡീസ് പഠിപ്പിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ ചിന്താഗതിയാണ്. അള്ളാഹ് കരികാരമൊക്കെ ഉള്ള ആളാണ്. അള്ളാഹ് ഈ താറ്റിൽ ഇറങ്ങി വരും ഒരു നിശ്ചിത ദൂരം വരെ. അള്ളാഹ് എല്ലായിടത്തും ഒന്നും ഇല്ല, കാരണം അള്ളാഹ് വാർത്ത തന്നെയാണുള്ളത്. ഇങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും അതിസൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളും ആയിട്ടുള്ളത്. അത് കൂടാതെ നബി റിസാലത്ത് റസൂൽ വേറെയാണ്, നബി വേറെയാണ്. അപ്പോൾ ആ സ്റ്റഡീസ് വരുമ്പോൾ തെറ്റായ അറിവുകൾ അവർക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. അത് നമ്മളുടെ ചിന്താഗതികൾ അവർക്ക് പഠിപ്പിക്കണം. ചുരുങ്ങിയ പക്ഷം അത്തരം കാര്യങ്ങൾ നെറ്റിൽ പോയിട്ട് കുട്ടികൾ സ്വയം തേടിയെടുക്കുകയും വായിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അത് നെറ്റിലെടുക്കാൻ അവർക്ക് കളിക്കാനുള്ള സ്ഥലമാണ്. അത് അവർക്ക് സന്തോഷമായിരിക്കും. അപ്പോൾ അവിടുന്ന് പഠിക്കുന്ന സാധനം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ചർച്ചയും പ്രശ്നം ഉണ്ടാക്കാനോ സ്കൂൾ കുഴപ്പമുണ്ടാക്കാനല്ല, പക്ഷേ ഇത് കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. തെറ്റായ അറിവ്, നമ്മളെ തെറ്റായ അറിവുകളും നമ്മളെപ്പോഴും തിരുത്താൻ തയ്യാറായിരിക്കണം. മറ്റൊന്ന് ആദത്ത് എന്ന് പറയും, അതായത് ശീലം. ശീലം ഭയങ്കര കുഴപ്പമാണ്. ഖലീഫത്തുൽ സാനിയുടെ കാലത്ത് ഒരു കുട്ടി, അവന്റെ കാലത്ത് ഒരു കുട്ടിനെ ഒരു കള്ളുടിയനും അഫീമും എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും പറയുന്നത് കറുപ്പ് എന്നാണ്. അവൻ കൊണ്ടിടക്കുന്നുണ്ടപ്പോൾ ഖലീഫത്ത് മസീഹ് കുട്ടിനോട് പറഞ്ഞു, ബാളമാണ് എന്തിനാ അവൻ്റെ കൂടെ നടക്കണം. അവൻ പറഞ്ഞു, എനിക്കൊരു ഉറുപ്പിക വരുമ്പോൾ അതിനായിരുന്നു, ഞാൻ തരാം ഉറുപ്പിക. ഒരാണ തരുന്നെന്ന്, ഞാൻ ഒരാണ തരാം, എനിക്ക് ഞാൻ 1.5 ആണ തരാം. കാരണം 1.5 ആണ ദിവസം കൊടുത്തിട്ട് ഈ കുട്ടിനോട് മാറ്റി. കുറച്ച് കഴിഞ്ഞ് കുട്ടി കുറച്ച് വലുതായപ്പോൾ ഇവന് ആ കുട്ടിനെ വീണ്ടും കൊണ്ടുപോയി. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഖലീഫത്ത് മസീഹിന്റെ അടുത്ത് കൊടുത്തിട്ട് പറയണം, ഇനി എങ്ങാനും വനങ്ങൾ കയറിയിട്ട് എനിക്ക് കാണിച്ചത്. അപ്പോ കുട്ടിനെ എന്ത് പറഞ്ഞു, പിന്നെ കുട്ടിനെ കിട്ടണില്ല. അപ്പൊ ചോദിച്ച് എന്താന്ന് ഞാൻ ചെയ്തത്, അവനെ ലേശ കറുപ്പ് കൊടുത്താണ്. രസം തിന്നാൻ കൊടുത്തപ്പോ ഇനി അവനത് വിടാനില്ല. ഈ ശീലമായി കഴിഞ്ഞാൽ അതിനെ വിടാൻ കഴിയില്ല. അതെന്ത് ശീലമായിരുന്നല്ല, അത് ശീലം വരുന്നത് നമുക്ക് കിട്ടുന്ന അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. പല പ്രാവശ്യം പ്രവർത്തിക്കുമ്പോൾ അത് ശീലനയമാണ്. ഇതാണ് എൻ്റെ സയന്റിഫിക് അനലൈസ്. അപ്പൊ അതില് ഈ ശീലം വരാതിരിക്കാൻ ഒന്നിന്റെ ശീലം, ചോറിന്റെ പോലും ശീലം ഉണ്ടാവാൻ പാടില്ല. ചോറല്ലാത്തതുകൊണ്ട് തിന്നാൻ പറ്റും. ചായ കുടിക്കണം, 4 ദിവസം ചായ കുടിക്കാതെ നോക്കണം, എന്താ പറ്റണോ അല്ല സാനിതൊക്കെ നമ്മൾ ഉപദേശിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നിന്റെയും ശീലം നമുക്കില്ല എന്നാൽ പ്രശ്നങ്ങളില്ല. അത് നല്ലതിൻ്റെയും ശീലം നല്ല ഞാൻ പറയുന്നു. നിസ്കരിക്കേണ്ട ശീലം വളരെ അങ്ങനെ കൊണ്ടോട്ടെ. അപ്പം നമ്മളെ ഭൗതികമായിട്ടുള്ള നമ്മളെ ശിർക്കാവുന്ന ഒരവസ്ഥ അതിലേക്ക് നമുക്ക് കഴിയാൻ പറ്റില്ല. നമ്മളെ കണ്ടീഷൻ ഉണ്ടാവാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യം. ശീലം കൊണ്ട് പാവങ്ങൾ ചെയ്തു. പിന്നെ അലസത എന്ന് പറഞ്ഞ സംഗതി എന്ന് പറയുന്നത് അതൊരു ചെറിയൊരു സാധനം ആവശ്യമാണ്. അപ്പൊ നിസ്കാരത്തിന് വാങ്ങും. ശൈത്താൻ ഒരിക്കലും നിസ്കരിക്കേണ്ട അറിയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിച്ചെന്ന് പറയും. അതാണ് അലസത. അവിടെയാണ് ശൈത്താൻ്റെ പരിപാടി. പിന്നെ ചന്ത കൊടുക്കണം, എന്തിനും പോകുന്ന അടുത്ത ആഴ്ച കൊടുത്താലും മതിയല്ല. എന്തൊരു കാര്യം ഇപ്പൊ വേണ്ട ലേശം കഴിഞ്ഞോട്ടെ എന്നറിയും. ഇത് മസീമോദ് നമ്മളെ പഠിപ്പിച്ചിരുന്ന സാധനമാണ്. അള്ളാന്റെ വലിയ അനുഗ്രഹമാണ് നമുക്ക് മസീമോദ് ഉസ്താദിന്റെ പല കാര്യങ്ങളും ലൈഫിൽ ടച്ച് ചെയ്യുന്ന സാധനങ്ങൾ. വേണ്ടാന്ന് പറയില്ല, ശൈത്താൻ ഒരിക്കലും ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല, തിന്മ ചെയ്യാനും പറയില്ല. പക്ഷെ അതിപ്പോ ചെയ്യണ്ട എന്നേ പറയുള്ളൂ. അത് ആലോചിച്ചൊക്കെ അസർ വരെ ലോഹർ നിസ്കരിച്ചിട്ടുണ്ടാകും. ശൈത്താൻ പറഞ്ഞ കഴിച്ച് ഇങ്ങനെ പോയിട്ട് അത് സുബൈക്ക് എടുക്കുക. സുബൈ നിസ്കരിക്കണ കുറച്ചുകൂടി നേരമുണ്ട്. ഇപ്പൊ അലാറം അടിച്ച് അലാറം നമ്മളെന്നെ അടിച്ചാൽ കറക്റ്റ് ചെയ്തിട്ട് എന്നാലും കുറച്ചുകൂടി നേരം ഉണ്ട്. വസീം സിദ്ദീഖ് പറയുന്നുണ്ട്, അലാറം വെക്കുമ്പോൾ പിന്നെ അവിടെ കുത്തിരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ 4:05 നിസ്കാരമെങ്കിൽ 4 മണിക്ക് അലാറം വെക്കാമെന്നാണ് ഉത്തരവാദിത്വം. അപ്പൊ പിന്നെ അത് അടിച്ചാൽ പിന്നെ കടന്നിട്ട് നിസ്കാരം കിട്ടില്ല. അപ്പൊ അത് കേട്ടാൽ നീച്ചു മണ്ടണ മാതിരിയാണോ. അതേസമയത്ത് 15 മിനിറ്റ് നേരത്തെ അലാറം വെച്ചാൽ
അഞ്ചിട്ടുണ്ടല്ലോ 10 മിനിറ്റ് കൂടി ഉറങ്ങാൻ കണക്കൂട്ടുന്നത്, അത് പൊട്ടത്തരാണ്. അപ്പോൾ അലാറത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഇത് പിന്നെ ആദ്യം പറയുന്നത് നിസ്കരിക്കണമെന്ന് നേരം വരുമ്പോൾ എന്ത് ചെയ്യും, ശരി കുറച്ച് നിസ്കരിക്കാം, അങ്ങനെ ഒന്ന് ചെറുതായിട്ട് പുറത്തില്ലാതെ കിടന്നാണെങ്കിൽ പുറത്തൊന്ന് മേൽക്കിട്ട് സുഖം കിട്ടും, അല്ല പുറത്ത് വിട്ട് കിടന്നാണെങ്കിൽ പുറത്ത് കിട്ടാനും സുഖം കിട്ടും. ആ സുഖത്തിലാണ് ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ നിസ്കരിക്കേണ്ടതൊന്നും ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ചാടി തിരിച്ച് നിസ്കരിച്ചാൽ പെട്ടെന്ന് നിസ്കരിക്കണം പോകണം, നിസ്കരിച്ചിട്ട് കരയാനും പഠിച്ചവനോട് പറയാനുള്ള സമയമല്ല, അത് പോയി അത്രേ കഴിക്കാൻ ആവശ്യമുള്ളൂ. ലോറ് നിസ്കരിക്കണമെങ്കിൽ ഇപ്പോൾ വേണ്ടാറിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അസർ വരെ കൊണ്ടുവന്ന് അസർ വാങ്ങിക്കൊടുക്കുമ്പോൾ ഏതായാലും ലോറ് കൂടി ഉണ്ടല്ലോ കുറച്ചുകൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പിന്നെ അവസാനം മഗ്‌രിബ് വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പാണ് നീ ഓർമ്മ നീ സമയം കഴിഞ്ഞല്ലോ. അപ്പോൾ കടകടാന്ന് പോയി നിസ്കരിക്കുമ്പോൾ വേറെ നിസ്കരിക്കും. അപ്പോൾ നിസ്കരിച്ചിട്ട് വേറെ എന്താ കിട്ടേണ്ടത്, അള്ളാഹുവായിട്ടുള്ള അടുപ്പാണ്, അവന് ദുആ ചെയ്യാൻ സാറ് അതുവരെ കിട്ടില്ല, ഇതാണ് അത്ര ആവശ്യമുള്ളൂ. അപ്പോൾ ഈ അലസത എന്നുള്ള സംഗതി, അലസത വരുന്ന എല്ലാ സംഗതിയും വരും, തീറ്റ വരേണ്ടതിന് ഒഴിവാക്കാം. ആലസ്യം വരുന്നതിന് പിന്നെ അമിതമായിട്ടുള്ള ഭക്ഷണം ആലസ്യത്തിന് കാരണം, കാരണം ഭക്ഷണം അത്തി എന്നാൽ അത് ദഹിപ്പിക്കണം, അതിൻ്റെ രക്തമൊക്കെ പാടെ ആമാശത്തേക്ക് തിരിച്ചു വരും. അത് കുറച്ച് നേരം 10-20 മിനിറ്റ് ഓരോ ഭക്ഷണത്തിനനുസരിച്ച് പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചും അതിൻ്റെ ശക്തി പിന്നെ ഹാർഡാണോ സോഫ്റ്റാണോ അതിനനുസരിച്ചിട്ട് ഉള്ള രക്തത്തിന് ചിലവുണ്ട്, അതൊക്കെ പാടെ ഒരിടത്ത് വരും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് നോക്കി വരുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നും, അപ്പോൾ കടക്കാൻ തോന്നും, ഉറങ്ങാൻ തോന്നും, ഒക്കെ തോന്നും. അപ്പോൾ അതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഭക്ഷണത്തെ കൂടെ നമ്മൾ കഴിക്കുന്നത്. പിന്നൊന്ന് ഒന്നും കൂടി ഉള്ളൂ കഴിഞ്ഞാൽ തീർന്ന് രണ്ട് കാര്യം പറയും. കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യാനുള്ള കഴിയില്ല തിന്മയാളൊക്കെയാണ്. അത് ചെയ്താൽ എന്താണ്, ഇത് ചെയ്താൽ എന്താണ്, രണ്ട് കമ്പാരിറ്റീവ് സ്റ്റഡികളുടെ സ്വഭാവമാണ്. ഇപ്പം ഞാൻ ചന്ത കൊടുത്താൽ എന്താണ്, കൊടുത്തില്ലെങ്കിൽ എന്താണ്, നിസ്കരിച്ചാൽ എന്താണ്, നിസ്കരിച്ചില്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ ഉറങ്ങിയാൽ എന്താണ്, ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്താണ്, ഞാൻ ഈ പിന്നെ മോശമായിട്ടുള്ള സംഗതി കണ്ടാൽ എന്താണ്, കണ്ടില്ലെങ്കിൽ എന്താണ്. അതിനൊരു നേട്ടവും കോട്ടത്തെ കുറിച്ച് കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യാനുള്ള ഒരു കഴിവ്. ഇത് ഒരു വലിയൊരു കഴിവ്, മനുഷ്യന് മാത്രം, മൃഗത്തിനില്ലാത്തതാണ്, ഇതില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പോഴും നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സ്വഭാവം കയ്യിലുണ്ടാവും, അതിൽ നിന്ന് പാവം ചെയ്തു. ഇപ്പോൾ ഒരു കുട്ടി രാവിലെ എണീക്കുന്നത് നമ്മൾ കേൾക്കാൻ കിടക്കാണ്, കുട്ടികൾ ഉറങ്ങാണ്, ആ കുട്ടി ഇങ്ങനെ എണീച്ചിട്ടൊന്നും നോക്കുക ശരിയാ. അപ്പോൾ അതൊക്കെ ലൈറ്റ് ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ കുട്ടി ഉണരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ കിട്ടിയത്, ഒരു നിസ്കരിക്കാത്തൊരു കുട്ടീനെ നമ്മൾ ഉണ്ടായി കൊടുത്തു. ഞാൻ കുറച്ച് വിവാഹത്തിന് വേണ്ടി കുറച്ചുള്ള സ്ഥാനത്തിന് നിസ്കരിക്കരുതാറുണ്ട്. നമ്മൾ ചെറിയൊരാളുണ്ട്, ഇടങ്ങേറുണ്ട് കമ്പാരിറ്റീവ് സ്റ്റഡി. നമ്മളപ്പോൾ നീച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി നിസ്കരിച്ചോ, അതും വലുപ്പത്തിന് നിസ്കരിച്ചോ, എത്ര വലിയൊരു ഗുണമാണ് ചെയ്യുന്നത്, അതിൻ്റെ ജീവിതം നന്നായി കൊടുക്കുക. അത് നമ്മൾ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി അല്ല, അത് ഇല്ലാത്ത കഴിവാണ്. കുട്ടിയാണ്, ചെറുപ്പത്തിലാണ് ഉറങ്ങിക്കോട്ടെ. പിന്നെ എന്നാൽ പിന്നെ കുട്ടികൾക്ക് 25 മണിക്കൂർ ഉണ്ടാക്കണ്ടേ ദുനിയാവിൽ, മറ്റൊരു എല്ലാവർക്കും 24 മണിക്കൂർ, പുറത്ത് ഉടമ്പരം വന്നാലും ഇനിയിപ്പോൾ അത് 25 പറ്റില്ല. എല്ലാവർക്കും ഉള്ള രാവും പാലുമാണ്. കുട്ടികൾക്കും രാത്രി തന്നെ ഉറങ്ങണ്ടേ, വലിയവർക്കും രാത്രി തന്നെ ഉറങ്ങണ്ടേ. പിന്നെ ഡ്യൂട്ടിയും പ്രശ്നങ്ങൾ അത് പിന്നെ ഒരു സന്നിധഘട്ടമാണ്, അത് അങ്ങനെ കൈകാര്യം ചിലർ കൈകാര്യം ചെയ്യാം. പക്ഷെ കുട്ടികൾക്ക് രാത്രി അല്ലാത്തൊരു സമയം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് വെച്ചാൽ കുറച്ചാണ് അവിടെ നിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറെ പരിപാടികൾ ഉണ്ടാക്കിയിട്ടെന്ന് പറയേണ്ടി വരും. അത് സമയത്ത് തന്നെ നമസ്കരിക്കേണ്ട ഒരു കാര്യത്തിൽ നമസ്കരിച്ചിട്ട് പറ്റും. കമ്പാരിറ്റീവ് സ്റ്റഡി ഇല്ലാത്ത പ്രശ്നമാണ്. ഇനി ഒരു കാര്യം പറഞ്ഞു നിർത്താൻ ഉള്ള സമയം ഞാൻ ഇതിൻ്റെ അപ്പുറം പോയി. ഒരു വളരെ സുപ്രധാനമായ സംഗതിയായിരുന്നു ഖയാലം കി മഖ്ഫിറോ എന്ന് പറഞ്ഞ ഇതുകൊണ്ടൊരു അടുത്ത ഒരു എട്ടാമത്തെ കാരണം പറയുന്നത്. അതായത് ചിന്താഗതിയുടെ ശക്തമായിട്ടുള്ള പ്രചലനം നടക്കുന്നുണ്ട്. സ്വഹബത്ത് വേറെ, അത് നമ്മളുടെ സംഗതി നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ആ ചിന്താഗതി വരുന്ന ഈ ആരെങ്കിലും എന്തെങ്കിലും ചിന്തിച്ചാൽ ആ മറ്റൊരു ഒരു സംഗതി നമ്മൾ എന്തെങ്കിലും ആലോചിച്ചിരിക്കുമ്പോൾ കൈവത്ത് മറിച്ച് പോലും അത് ആത്മീയ ബന്ധമാണ്. ഉമർ ഇബ്നു ഖത്താബ് പർദ്ദനെ കുറിച്ചുള്ള ഒരു ആയത്ത് ഉണ്ടാവേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ആയത്താണ്, അത് ആത്മബന്ധമാണ്. ഉമർ ഇബ്നു ഖത്താബ് പറഞ്ഞ 3 കാര്യങ്ങളിൽ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ റസൂലുള്ളാഹിനോട് പോയി പറയും, അത് അള്ളാഹ് പറയട്ടെ എന്ന് പറയാം. അപ്പോൾ വിവരിച്ചു റസൂലുള്ളാഹിക്ക് ആയത്തിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ആദ്യ ആയത്ത് ഇങ്ങനെ എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. അത് ചിന്താഗതിയുടെ ശക്തമായിട്ടുള്ള സ്വാധീനമാണ്. എല്ലാ ഫാഷനുകളും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്ത് പറയുന്നത്. അത് തല എങ്ങനെയൊക്കെ വെട്ടിക്ക് വരുന്നു കാണുമ്പോൾ ആദ്യം ഇങ്ങനെ നോക്കുക അപ്പാണ് മറ്റേ കുണ്ടമുണ്ടാൻ വെച്ചിട്ടൊട്ടുന്ന വെട്ടൊക്കെ ഉണ്ട്. തല്ലിങ്ങനെ എന്തെങ്കിലും ഒരു അപ്പച്ച വെട്ട പിഞ്ഞാണം വെച്ചിട്ട് തല ചെയ്ത് പിഞ്ഞാണം വെച്ചാണ് ആർബർക്ക് എളുപ്പമാണ് പരിപാടി.
കത്തിച്ചിട്ട് നാളെ കത്തിയിട്ടാണ് ചട്ടി വെച്ചിട്ട്. അതേപോലെയുള്ള അവർക്ക് ആദ്യം കാണുമ്പോൾ അർത്ഥേക്കാണ്. പക്ഷെ നമ്മളൊക്കെ എനിക്കൊക്കെ അറിയാം, നമ്മളൊക്കെ ഇപ്പിയൊക്കെ നടന്ന ആൾക്കാരാണ് പണ്ട്. മുടി ചെവിയുടെ മുകളിൽ ചുരുട്ടിയിട്ട് അതിന് വേണ്ടി മെനക്കെട്ടുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ ഒരു മുടിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ വെട്ടിയിട്ട് വന്നാൽ എത്തിക്കാരെന്നാണ് പറയാണ്. ഇപ്പൊ അത് വെക്കണ ആലോചിക്കാൻ വയ്യ. അപ്പൊ എന്താണ് ചിന്താഗതിയിലുള്ള മാറ്റം. ഇതിന് ജമാഅത്തിയായിട്ടുള്ള ജീവിതമല്ലാത്ത ഒരു വഴി. കഴിവിന്റെ പരമാവധി ജമാഅത്തിന്റെ സെറ്റപ്പിൽ കുട്ടികൾ നമ്മൾ ഒരുമിച്ച് ജീവിക്കും. അപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കും. അല്ലാതെ എൻ്റെ മക്കളും പ്രശ്നമൊന്നുമില്ല, ഞാൻ കുറച്ച് ഖുർആനൊക്കെ ഓതി കൊടുത്താൽ മതി, അറബിയൊക്കെ പഠിപ്പിച്ച് വിട്ടാൽ മതി, അവനെക്കാണ വലിയ പൊട്ടം തന്നെയാണ് വേറെ. ചിലപ്പോൾ സ്പോർട്സിന് നല്ലത്, നന്നായിട്ട് ചിറാത്ത ഓതിയേക്കാരം, നന്നായിട്ട് ഹൽസിൻ്റെ അടുത്ത് ഓതിയേക്കാരം, ഒക്കെ ശരിയേക്കാരം. പക്ഷെ കുട്ടിന് ദുനിയാവിനും കിട്ടൂല, നാവിനുള്ള മരിക്കുമല്ല അറിയില്ല. അതേപോലത്തെ ഒരവസ്ഥയായിരുന്നു. മക്കളെ ജമാഅത്തിന്റെ സെറ്റപ്പിൽ, അതായത് ജമാഅത്തിന്റെ എല്ലാ പ്രോഗ്രാമുകളിലും സെറ്റപ്പിലും, അത് ജമാഅത്തിന്റെ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, ജമാഅത്തിയായിട്ടുള്ള സംസാരങ്ങൾ. ജമാഅത്തി എന്ന് പറഞ്ഞാൽ ഞാനിത് ജമാഅത്തി എന്ന ഒരു സാധനം കുത്തകയെന്നല്ല, നമ്മളെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ജമാഅത്തില്ല, വാഹനം ജമാഅത്തിലില്ല, നമ്മുടെ ലൈഫിലേക്ക് എന്നുള്ളത്. അപ്പോൾ അത് ഖയാലാത്തി മഫീറോ, ആ ചിന്താഗതിയുടെ ഗുപ്തമായ ചലനങ്ങളിൽ നിന്ന് തിന്മകൾ വെച്ച്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, തിന്മ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലുള്ള 6 ഘടകങ്ങളാണ്. കത്തിയിലും മജ്ജയിലും മാംസത്തിലും ഒക്കെ ഉള്ള ഘടകങ്ങൾ. അതിനെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ തിന്മയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. സ്വാധീനിക്കുന്ന കാര്യങ്ങൾ, തിന്മയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ 8 ഞാൻ എണ്ണിപ്പാണ്. അതിലെ ഒന്ന് ജഹാലത്തിന് മാത്രമാണ് 12 വേർതിരിച്ചു പറഞ്ഞത്. പക്ഷെ ഇവിടെയൊക്കെ ഇനി നമ്മള് കയ്യിൽ വന്ന് പെട്ടുപോയ തിന്മകളുണ്ടല്ലോ, അതിനെന്താ കാട്ടുന്നുള്ളത് ഇപ്പൊ ഇതുവരെ പറഞ്ഞിട്ടില്ല. പെടാതിരിക്കാനുള്ള പണികൾ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഒരു വശം ബാക്കിയുണ്ട്. പക്ഷെ ഇപ്പൊ എൻ്റെ മനസ്സിലുള്ളത്, നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി മാറി നിൽക്കുന്നതിൻ്റെ ഒപ്പം നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുക. ഞാൻ പറയുമ്പോൾ നമ്മൾ കുവൈത്തിൽ നമുക്ക് 16 കുട്ടികൾ അല്ലെങ്കിൽ 20 കുട്ടികൾ, എൻ്റെ കണക്കനുസരിച്ച് 37 കുട്ടികളുണ്ട്, ചെറുതും വലുതായിട്ട്. ഈ 37 കുട്ടികളെ ഭാവി ഇവിടെ ഇരിക്കുന്ന ജമാഅത്തിന്റെ കയ്യിലാണ്. ഞാനും നിങ്ങളൊക്കെ കൂടി ആൾക്കാരാണ്. ആ 37 സോളിഡായിട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ അതിലും ബന്ധം ഒന്നും ചെയ്യാൻ അവിടെ തിരിച്ചുണ്ട്. അതുണ്ടാകാൻ വേണ്ടിയാണ് നമ്മളോടൊന്ന് വാക്കുന്നത്. അതേപോലെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, വീട്ടിലുള്ളവർ നമുക്ക് ആ നിലയ്ക്ക് ഗൈഡ് ചെയ്യണം. നമ്മളിപ്പോൾ വിളിച്ചിട്ട് മോനോട് പിന്നെ ചാടിയട ഓടിയട തിന്നട എന്നൊക്കെ ചോദിക്കണ കൂട്ടത്തിൽ നിസ്കരിച്ചട എന്നൊക്കെ ചോദിച്ചിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ പലതും നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ ഒരു നമസ്കാരത്തിന്റെ സ്ഥലത്ത് എന്നുള്ള നെറ്റിൽ പേജ് എടുത്തിട്ട് ആദ്യത്തെ പിന്നെ അതെടുത്തിട്ട് അത് കോപ്പി ചെയ്തിട്ട് മോനൊരു മെയിൽ അയച്ച് അതൊന്ന് വായിച്ചോട്ടെ. അപ്പം അതിന് മെയിൽ വെച്ചിട്ട് പ്രശ്നം ദിവസത്തിൽ 4 ദിവസം കൂടുമ്പോൾ അയച്ചത്, അതിനുശേഷം വിളിക്കുമ്പോൾ അത് പഠിച്ചോന്ന് ചോദിക്കാം. ഇങ്ങനെ നമ്മൾ എവിടെയോ നിന്നു എന്നുള്ള കാരണത്താൽ അവർ നമ്മൾ കയ്യിൽ നിന്ന് പോകുന്നില്ല. നമ്മളെ ഉത്തരവാദിത്വം നമുക്ക് മാറാൻ പറ്റില്ല. ആ ഉത്തരവാദിത്തമാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടിയും വളരെ ഗൗരവത്തോടു കൂടിയും നമ്മളെ മുമ്പിലുള്ള ആ ഒരു തലമുറ, ഇനി അവർ വളർത്തിയെടുക്കുന്ന മറ്റൊരു വലിയ തലമുറ ശരിക്കും ഈ ആറ്റം ബോംബ് പോലെയാണ്. കത്തുന്നത് ഒന്നാണെങ്കിലും മേലെ ചെല്ലുമ്പോൾ 2 തൂണ്, പിന്നെ 4 തൂണ്, 8 തൂണ്, ഇങ്ങനെ പൊന്തി പൊന്തി മേലെ വരുമ്പോഴാണ് പൊട്ടണം. അതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഇബ്രാഹിം നബി വളർത്തിയ കുട്ടികളാണല്ലോ ഇബ്രാഹിം നബിയുടെ ഇത്രയും വലിയ സന്താനമുള്ളത്. അതിനുള്ളത് ഏറ്റവും അബുൽ അംബിയ, പിന്നെ സമൂഹത്തിന് വാപ്പയാണ്. അതേപോലെ വലിയൊരു തലമുറക്ക് വാപ്പയാകേണ്ട ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് വെക്കുന്ന ആ ഒരു വിത്ത് പൂർണ്ണമായിട്ടും പോകണം. അതിനാദ്യം നമ്മളതിനുള്ള കഴിവുള്ളവരായിരിക്കണം. അത് നമ്മൾ അതിൻ്റെ പോംവഴിയാണ് ഞാൻ പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യാൻ മുസ്ലിമിനെ കൊട്ടേഷൻ വെച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് പഠിക്കുന്ന മുഴുവൻ ഇൻഷാ അല്ലാഹ് ബാക്കി ദിവസങ്ങളിലാവും.